ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട ചന്ദ്രാപ്പന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. NH 66 ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടത്തിരുത്തി പഞ്ചായത്തിലെ 12-15 വാർഡുകൾ, വലപ്പാട് പഞ്ചായത്തിൻ്റെ കുറച്ചു ഭാഗവും ചേർന്ന് ഉള്ള വെള്ളങ്ങളെല്ലാം ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് നിലമായി കിടന്നിരുന്ന സ്ഥലത്ത് കൂടെ അതിന് സൈഡിലുണ്ടായിരുന്ന തോട് വഴിയാണ് വെള്ളം ഒഴുകി പോയിരുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപ്പിന്നി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്നലെ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഇവിടെ മണ്ണിട്ട് റോഡിന് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളൊന്നും അധികം കാര്യമായിട്ട് പ്രതികരിച്ചില്ല. കാരണം നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. ഇപ്പോൾ അതിന് വിപരീതമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ മണ്ണടിച്ച വണ്ടികൾ ഞങ്ങൾ തടഞ്ഞു, ഇനിമേൽ അടയ്ക്കരുതും തീരുമാനമുണ്ടായതിന് ശേഷം മാത്രമേ അടിക്കാൻ പറ്റൂ എന്ന് പറയുകയുണ്ടായി. എന്നിട്ടും ഒളിവിലിരുന്നു കൊണ്ട് അവർ വീണ്ടും ഒരു പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ മറ്റ് ജനപ്രതിനിധികളുടെ വാക്കുകൾ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ വാക്കുകൾ മാനിക്കാതെ വീണ്ടും മണ്ണടിക്കേണ്ടത് തോട് നികത്തി കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഇന്ന് ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഈ പ്രശ്ന പരിഹാരത്തിന് എന്നാണ് തീരുമാനം ഉണ്ടാകുന്നത് അതുവരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളും ജനപ്രതിനിധികളും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുകയാണ്. അശാസ്ത്രീയമായ കാന നിർമ്മാണം വെള്ളക്കെട്ടുണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു പറഞ്ഞു. കാരണം ഒരു കാലത്ത് ഈ പാടത്ത് ഇത് നിലം എന്ന സ്ഥലത്ത് ഡംപ് ചെയ്ത് ഒഴുകിപ്പോയിരുന്ന വെള്ളം ഇത് നികത്തപ്പെടുകയാണ്. ഒരു ചെറിയ ഒരു കൽവർട്ട് പണിത് ഈ വെള്ളത്തിനെ തിരിച്ചുവിടാൻ പോയാൽ ഒരു രക്ഷയും അക്കാര്യത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആവശ്യം സെൻട്രൽ കൾവർട്ടായിട്ട് മതിയായ അളവിൽ 3 മീറ്റർ വീതിയിലും അതുപോലെ തന്നെ താഴ്ചയിലും നല്ല ആഴത്തിലും ഒരു കൾവർട്ട്, സെൻട്രൽ കൾവർട്ട് പണിയണം. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വരുന്ന വടക്കു നിന്നും തെക്കു നിന്നും വരുന്ന വെള്ളങ്ങളെ കൊണ്ടുപോകുന്നതിന് 3 മീറ്റർ വീതിയിലുള്ള ഡ്രൈനേജ് തയ്യാറാക്കിക്കൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാൻ. അത് തുടരുന്നതുവരെ അതിന് മതിയായ തീരുമാനമുണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് അറിയിക്കുകയാണ്. തെക്ക് നിന്നും വടക്ക് നിന്നും 3 മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും 4 മീറ്റർ വീതിയിലും ആഴത്തിലും കൾവേർട്ട് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, VV ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ ചന്ദ്രാപ്പിന്നിയിലായിരുന്നു പ്രതിഷേധം. Hi, my name is Rakesh. My name is Neil. We are the parents of Rachel. It's from 9:38 at Holiday and Memory. The moment she comes back to her home from the school, she picks up her books. She comes to us, Mommy, Daddy, I want to write. I want to learn. I want to do it right now. This change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills by this wonderful addition of this carpet time and circle time in their education system. And they are also giving equal importance to the extracurricular activities like swimming, horse riding, and skating, etc. So all these activities promote physical health and skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.